വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് കേരളം. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്നാണ് ഇത്രയധികം മനുഷ്യത്വരഹിതമായ ഒരു നീക്കമുണ്ടായതെന്ന് അങ്ങേയറ്റം അപലപനീയം. നാട്ടിലെ യുവാക്കളുടെ അപകടകരമായ മനോനില സൃഷ്ടിക്കുന്ന ആശങ്ക ചെറുതല്ല എന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. സാമൂഹ്യമായ ഒരു വിഷയങ്ങളിലും ഇടപെടാത്ത, ഒരു രാഷ്ട്രീയ ചായ്വുമില്ലാത്ത, തിരഞ്ഞെടുപ്പുകളിൽ പോലും പങ്കെടുക്കാതെ സ്വന്തം കാര്യം നോക്കി നടത്തുന്ന ഒരു യുവതയുടെ എല്ലാ അപാകതകളും ഈ കൊലപാതകയിലുണ്ട്. അവനവനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്ന ചിന്തയാണ് ചുറ്റും നിൽക്കുന്ന സ്വന്തം അമ്മൂമ്മയെയും അച്ഛനെയും വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള അനിയനെയും അതിദാരുണമായി കൊല്ലപ്പെടുത്താനുള്ള കാരണം. നാളത്തെ പ്രതീക്ഷകളാകേണ്ടവരെ ലോകത്തിനു മുന്നിലേക്ക് തുറന്നു കാട്ടാതെ സ്വാർത്ഥത നല്ലതാണെന്ന ധാരണ സൃഷ്ടിക്കുന്നതിന്റെ ബാക്കിപത്രമാണിത്. പണയം വയ്ക്കാൻ സ്വർണ്ണമാല ചോദിച്ചപ്പോൾ അമ്മൂമ്മ തരില്ല എന്ന് പറഞ്ഞതിന്റെ പക അഫാൻ വീട്ടിയത് ജീവൻ എടുത്തുകൊണ്ടാണ്. താൻ അതിക്രൂരമായി കൊല ചെയ്ത ഉറ്റവരുടെ കബറടക്കം നടന്ന ദിവസം യാതൊരു കുറ്റബോധവുമില്ലാതെ അഫാൻ സുഖമായി ഉറങ്ങിയെന്നതും ഒരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. നിയമത്തിന് മുൻപിലല്ലാതെ മറ്റൊരിടത്തും താൻ കുറ്റക്കാരനല്ല എന്ന അസാധാരണമായ വിലയിരുത്തൽ ഇന്നത്തെ യുവാക്കളിൽ നിന്ന് വിട്ടുപോകേണ്ടത് അതാണ്. മനുഷ്യനിൽ അവശേഷിക്കുന്ന സാമൂഹ്യബോധവും സഹജീവി സ്നേഹവും വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുക തന്നെ വേണം എന്നതിൻ്റെ ആവശ്യകതയാണ് വെഞ്ഞാറമൂട്ടിലെ ഈ കൊലപാതകം കാണിക്കുന്നത്.